ദുബാരെ എലിഫന്റ് പാർക്കിലെ സന്ദർശനത്തിന് ശേഷം നേരെ പോയത് അബി ഫോൾസിലോട്ടാണ്. ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ നിന്ന് 41 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. കൂർഗിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മണ്ടൽപട്ടി. അവിടേക്ക് പോകാൻ ഇവിടെയാണ് വിനോദയാത്രക്കാരെയും കാത്ത് ജീപ്പുകൾ കാത്തിരിക്കുന്ന സ്ഥലം. അബി ഫോൾസിന് ശേഷം നമ്മുടെ യാത്ര അങ്ങോട്ടായിരുന്നു. കൂർഗിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് അബി ഫോൾസ്. മഴ പൊടിഞ്ഞെങ്കിലും കാഴ്ചകൾക്ക് തടസ്സമായില്ല എന്നതാണ് സത്യം. മാത്രമല്ല, വെള്ളച്ചാട്ടത്തിനടിയിൽ കുറച്ചുനേരം മഴ നിശേഷം മാറി നിൽക്കുകയും ചെയ്തു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ സമയം. കണ്ടു പോകാം എന്നല്ലാതെ കുളിക്കാനൊന്നും ഇവിടെ അനുവദിക്കില്ല, കാരണം അത് വളരെ അപകടം നിറഞ്ഞാണ്. ഒരാൾക്ക് 15 രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. മൺസൂൺ സമയം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടം സന്ദർശിക്കാൻ പറ്റിയ സമയം. നമ്മൾ പോയത് ഒരു സെപ്റ്റംബർ മാസമായിരുന്നു. മൺസൂൺ സമയത്ത് നല്ല വെള്ളം കാണും, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അബി എന്ന വാക്കിന് കൂർഗിലർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് അബി വെള്ളച്ചാട്ടം. ആബി വെള്ളച്ചാട്ടം, അബ്ബെ വെള്ളച്ചാട്ടം, അങ്ങനെ പല പേരുകളുണ്ട്. മടിക്കേരിയിൽ നിന്ന് 8 കിലോമീറ്റർ വരും ഇങ്ങോട്ടുള്ള ദൂരം. കാവേരി നദിയുടെ ആദ്യ ഭാഗത്താണ് ഈ വെള്ളച്ചാട്ടം. കാപ്പിച്ചെടികളും കുറ്റിക്കാടുകളും സുഗന്ധവ്യഞ്ജന എസ്റ്റേറ്റുകളും കുരുമുളക് വള്ളികളും കൊണ്ട് പിണഞ്ഞിരിക്കുന്ന മരങ്ങളുമുള്ള സ്വകാര്യ കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ചെന്ന സമയം മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ വെള്ളച്ചാട്ടത്തിന് അടുത്ത് തന്നെയുള്ള ഒരു കെട്ടിടത്തിന് മുകൾ ഭാഗത്ത് നിന്നാണ് ഈ വീഡിയോ എടുത്തത്. വെള്ളത്തിൻ്റെ ഹുങ്കാര ശബ്ദം അത് പ്രകൃതിക്ക് മാത്രം തരാൻ കഴിയുന്നു. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ പേരിൽ ജെസ്സി വെള്ളച്ചാട്ടം എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അന്ന് ഈ സ്ഥലം കൊടും കാടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വെള്ളച്ചാട്ടം കണ്ടെത്തിയത് ശ്രീ നിരവണ്ട ബി നാനയെയാണ്. അദ്ദേഹം സ്ഥലം സർക്കാരിൽ നിന്ന് വാങ്ങി കാപ്പി സുഗന്ധവ്യഞ്ജനത്തോട്ടമാക്കി മാറ്റി. അതിന്നും വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുണ്ട്. വിശാലമായ പാറകൾക്ക് മുകളിലൂടെ കാവേരി നദി 70 അടി താഴേക്ക് പതിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. കർണാടകയിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയരം കൂടുതലല്ലെങ്കിലും മനോഹരമായ കാഴ്ചകൾ സൃഷ്ടിക്കുന്ന വിശാലമായ ഫാൾ ഏരിയയാണ് ആബി വെള്ളച്ചാട്ടത്തിനുള്ളത്. ഏകദേശം 2 കിലോമീറ്ററിനകത്ത് 200 സ്റ്റെപ്സ് ആണ് ഇങ്ങോട്ടുള്ളത്. എങ്കിലും മല്ലള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത് വെച്ച് നോക്കിയാൽ ഇതൊക്കെ നിസ്സാരമെന്ന് തന്നെ പറയേണ്ടി വരും. മുകളിലേക്ക് കയറിയപ്പോഴേക്കും നല്ല വിശപ്പടിച്ചു. അബി ഫാൾസിൻ്റെ അവിടെ തന്നെയുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കയറി. ഷോസൻ എഗ് ഫ്രൈഡ് റൈസ് 240 രൂപ, കോഫി 15 രൂപ വെച്ച് 4 നമ്മൾ വാങ്ങിയത്. എല്ലാം വളരെ ടേസ്റ്റ് ആയിരുന്നു. ആഹാരം ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നതിനാൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. രുചിയെല്ലാം നല്ല കിടു തന്നെയായിരുന്നു. ഉച്ചയാഹാരം നമ്മളങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അബി വാട്ടർഫാൾസിന് ശേഷം നേരെ മണ്ടൽപട്ടയ്ക്ക്.